Hi all, magic morning. Magic morning. Magic Magic morning. morning. Magic morning. Magic morning. morning. Magic morning. Yes. Okay. ഇന്ന് പുതിയ കുറച്ച് മുഖങ്ങളൊക്കെ കാണുന്നുണ്ട് അല്ലേ നമ്മള് വീഡിയോ ഓൺ അല്ലെങ്കിൽ പോലും പ്രൊഫൈലായിട്ടൊക്കെ കാണുന്നുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇവരെ ലാസ്റ്റ് പരിചയപ്പെടാം. അപ്പം പുതുതായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ളവർ എന്ത് ചെയ്യാം, ഇതിൽ നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നത് വരെ നിൽക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് സെഷനിലേക്ക് പോവാം. സോ നിങ്ങൾക്കറിയാം, ഇന്ന് നമ്മുടെ സ്വന്തം റസാഖ് സറുടെ സെഷനാണ് വരുന്നത്. അപ്പം റസാഖ് സറുടെ സെഷനെ കുറിച്ച് ഞാൻ കൂടുതലായിട്ട് പറയണ്ടല്ലോ അല്ലേ. ഇതിൽ എല്ലാവരും ഇപ്പം 2-3 പേരാണ് പുതിയ മെമ്പേഴ്സ് ആയിട്ടുള്ളത്. ബാക്കി എല്ലാവർക്കും അറിയാം, എല്ലാവരും അറ്റൻഡ് ചെയ്തിട്ടുള്ളതാണ് റസാഖ് സറുടെ സെഷന്. സോ ദ പവർ ഓഫ് ഹിംറസ് എന്നുള്ള ഒരു ടോപ്പിക്കാണ് റസാഖ് സർ ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്ക് നോക്കാം എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന്. അപ്പം ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ റസാഖ് സാറെ ഇൻവൈറ്റ് ചെയ്യാണ്. റസാഖ് സർ, പ്ലീസ് വെൽക്കം. താങ്ക് യു. മാജിക് മോർണിംഗ്. ബി മാജിക്കിന്റെ സുന്ദരിമാരും ഒക്കെ ഒന്ന് ക്യാമറ ഓൺ ആക്കിയാണ്. നോക്കട്ടെ സൗന്ദര്യം ഉണ്ടാവും അല്ലേ. ഞാനും മണിസാറ് മാത്രമാണ് അവിടെ സുന്ദരന്മാരെന്ന് മാത്രം അവകാശപ്പെടുകയാണ്. റസാഖ് സർ ഒരു കാര്യം ശ്രദ്ധിച്ചോ, മണി സാറിന് എന്തോ ഒരു മാറ്റല്ലേ? കുറച്ചുകൂടി സുന്ദരനായിട്ടുണ്ട്. ഹെയർ ഒക്കെ കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്തിരുന്നിട്ടാണോ? അതെ, എന്താ അറിയില്ല. വയസ്സ് കീപ്പോട്ട് ഇങ്ങോട്ടാണ് വരുന്നത്. എല്ലാരും വയസ്സ് മുകളിലേക്കല്ല പോകല്. എല്ലാവരുടെയും പ്രായം മുകളിലേക്കാണോ? 1, 2, 3 അങ്ങനെയല്ല. ഇത് നേരെ തിരിച്ചാണ്. 50, 49, 48 ഇങ്ങോട്ടാണ് വരുന്നത്. ഓക്കെ, താങ്ക് യു. ഇവിടെ അനു 2 അനു ഉണ്ടല്ലോ. അനു, അഞ്ജലി ഒന്ന് വീഡിയോ ഒക്കെ ഓണാക്കട്ടോ. ആതിര, ബീന മാം കേക്ക് ഉണ്ടാക്കുന്ന തിരക്കിലാണെന്നുണ്ട്. എന്തായാലും നമ്മളെ വിഷയത്തിലേക്ക് പോകാം. ഞാൻ വിചാരിച്ചു ക്യാമറ ഓണാക്കി വരികയാണ്. അപ്പൊ അല്ല. ഉൾക്കൊള്ളാനുള്ള ശക്തി, അങ്ങനെ ഒരു ശക്തി ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്ത്. ഉൾക്കൊള്ളാനുള്ള ശക്തി എന്ന ശക്തി ആർക്കെങ്കിലും അറിയോ? ഉൾക്കൊള്ളാനുള്ള ശക്തി എന്നൊരു ശക്തി നമുക്കുണ്ട്. ഉണ്ടെങ്കിൽ യെസ് എന്ന് ടൈപ്പ് ചെയ്തോളൂ. ആർക്കൊക്കെ ഉള്ളത് നോക്കാലോ. എന്തായാലും ബി മാജിക്കിന്റെ മെമ്പർമാർക്ക് ഉൾക്കൊള്ളാനുള്ള ശക്തി കുറച്ചെങ്കിലും ഉണ്ടാവും. ഒന്നുമില്ലെങ്കിൽ ബി മാജിക്കിന്റെ ക്ലാസ് കഴിയുന്നത് വരെ ഉണ്ടാവും. കാരണം എന്താ അറിയോ? ഈ പ്ലാറ്റ്ഫോമിൽ എന്ത് ക്ലാസ് ചെയ്താലും ഇനി നമുക്ക് അങ്ങോട്ട് സ്വീകരിക്കാൻ പറ്റാത്തൊരു ക്ലാസ് ആണ് ഒരാൾ തരുന്നത് എങ്കിൽ പോലും നമ്മൾ എന്താ പറയാ, നന്നായിട്ടുണ്ട് അല്ലേ? കാരണം എന്താ, നമുക്ക് ആ ഒരു സംഭവത്തെ ഉൾക്കൊള്ളാനുള്ള ശക്തി ഉണ്ട്. മനസ്സിലായ? ആ ഒരു സമയം നമുക്ക് ആ ഒരു വിഷയത്തെ ഉൾക്കൊള്ളാനുള്ള ശക്തി ഉണ്ട് എങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മൊത്തം എങ്ങനെ ഉൾക്കൊള്ളാനുള്ള ശക്തി ഉണ്ടാക്കിയെടുത്തൂടാ? ഇവിടെ മാത്രം പോരല്ലോ. ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത് ഒരു ബോസിന്റെ കീഴിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ഓഫീസിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ചില ആളുകളിൽ നിന്നെങ്കിലും ഉണ്ടായേക്കാം. എല്ലാവരിൽ നിന്നും അല്ല, ചില ആളുകളിൽ നിന്ന് അല്ലേ? നമ്മളൊരാളെ കീഴിൽ ജോലി ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് അവിടെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തത് കറക്റ്റ് ആയിരിക്കാം, പക്ഷെ അവരുടെ ലൊക്കേഷനിൽ, അവരുടെ നോട്ടത്തിൽ അതൊരു തെറ്റായി സംഭവിച്ചിട്ടുണ്ടാവും. അപ്പൊ അവരെന്ത് ചെയ്യും? നമ്മൾ ഷൗട്ട് ചെയ്യും അല്ലെ? ആ ഷൗട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം?
ആ ഒരു സംഭവത്തെ ഉൾക്കൊള്ളാനുള്ള പവർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാം? അതൊരു ഷോർട്ട് കട്ടാണ്. ആർക്കെങ്കിലും അറിയോ? ഇപ്പൊ മണിസാറ് എന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ആളാണ് വിചാരിക്കുക. ഞാൻ മണിസാറിന് നല്ല ഷൗട്ട് ചെയ്തു. നല്ല ഷൗട്ട് ചെയ്ത സമയത്ത് മണിസാറിന് അതിനെ ഉൾക്കൊള്ളണം. എങ്ങനെ ഉൾക്കൊള്ളും? ഇത് ധൈര്യം ഇല്ലാത്തവർക്ക് പറയണ്ടട്ടോ. കാരണം വെച്ചാല് ചിലപ്പോ ബോസിന്റെ കീഴിൽ ജോലി ചെയ്യുന്നവർ ഒരുമിച്ച് ഇവിടെ ഉണ്ടാവും നമ്മളെ പ്ലാറ്റ്ഫോമില്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയണ്ട അല്ലേ? എന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ആരെങ്കിലും ഇതിലുണ്ടെങ്കിൽ അവര് പറയണ്ടെന്ന്. കാരണം അത് ക്ഷീണവും. മറ്റുള്ളവർക്കൊക്കെ പറയാം. നമ്മളെ ഒരാൾ ഷൗട്ട് ചെയ്യുമ്പോ അല്ലെങ്കിൽ നമ്മളെ ഒരാൾ തരം താഴ്ത്തി സംസാരിക്കുമ്പോൾ നമുക്ക് അതിനെ ഉൾക്കൊള്ളണം. എങ്ങനെ? ആർക്കെങ്കിലും ഒന്ന് പറയാമോ? അവര് പറയുന്നത് കേൾക്കുക. പിന്നെ എന്തിനാണെന്നുള്ളത് മനസ്സിലാക്കുക. എന്തിനാണ് ഷൗട്ട് ചെയ്യുന്നത് മനസ്സിലാക്കുക. അതെ, ആ വെറുതെ സംഭവത്തെ നമുക്ക് കാര്യം ഉണ്ടാവും. ക്ഷമ ഉണ്ടാവണം. ഓക്കെ, ഷീജമേൻ പറഞ്ഞ് ക്ഷമ ഉണ്ടാകണം. ഉണ്ടായേ പറ്റൂ, ഇല്ലേ ജോലി പോവും. അല്ലേ? ഉണ്ടായേ പറ്റൂ, ഇല്ലെങ്കിൽ ജോലി പോവും. നമുക്ക് എന്ത് ചെയ്യാറിയോ? ഒരു 2 ബോട്ടിൽ എടുക്കുക. ബോട്ടിൽ, വെള്ള ബോട്ടിൽ, വാട്ടർ ബോട്ടിൽ. ഒരു ബോട്ടിലിൽ നല്ല ശുദ്ധമായ ജലം, മറ്റൊരു ബോട്ടിലിൽ പെട്രോളും. 2 ബോട്ടിലുണ്ട്. അതിൽ ഒരു ബോട്ടിലിൽ ശുദ്ധമായ ജലമാണ്, രണ്ടാമത്തെ ബോട്ടിലിൽ പെട്രോളുമാണെങ്കിൽ ആ ബോട്ടിലിൽ നിന്നും പുറത്ത് വരുന്നത് എന്തായിരിക്കും? പെട്രോളിന്റെ ബോട്ടിലിൽ നിന്ന് എന്താ പുറത്ത് വരാം? പെട്രോളിന്റെ വാസന. പെട്രോൾ വരും. ശുദ്ധമായ ജലമാണെങ്കിലോ ശുദ്ധമായ ജലം വരും. അല്ലേ? അപ്പോ ഇവിടെ ബോട്ടിൽ തുറന്നിരിക്കുന്ന ബോട്ടിൽ ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കിയാ പോരെ? മനസ്സിലായോ? ഞാൻ പറഞ്ഞത് മനസ്സിലായോ? നമ്മുടെ മുമ്പിൽ ഒരാൾ ഷൗട്ട് ചെയ്യുന്നുണ്ട്, നമുക്ക് ഇഷ്ടമില്ലാത്ത വാക്കുകൾ പറയുന്നുണ്ട് എങ്കിൽ ആ വാക്കുകൾ വരുന്ന ബോട്ടിലിൽ ഉള്ളത് അതായതുകൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കിയാ പോരെ? അതാ ഞാൻ പറഞ്ഞത്, ബോസിന്റെ കീഴിൽ ജോലി ചെയ്യുന്നവരും ഉണ്ടെങ്കിൽ അവരിവിടെ പറയണ്ട എന്ന് പറഞ്ഞു. മനസ്സിലായ? ഇന്ന് വൈകുന്നേരമോളം ജോലി ഉണ്ടാവില്ല. 10 നിങ്ങൾ തിരിച്ചിട്ടിട്ടുണ്ടോ? അത്രേ ഉള്ളല്ലോ. അപ്പൊ നമുക്ക് ഉൾക്കൊള്ളാനുള്ള പവർ ഉണ്ടായില്ലേ? ഇത് വീട്ടിൽ നടക്കൂട്ടാ. ഭാര്യാന് ഭർത്താവ്, അച്ഛൻ കണ്ടോട്ടെ, നല്ല ഡ്രസ്സിലല്ലേ? ഓക്കെ, അവർക്കൊക്കെ ഇത് പറ്റും. കാരണം ഒരാള് മറ്റാളെ ചൂടാകുകയാണെങ്കിൽ, അതായത് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ആ പാത്രത്തിലുള്ളത് അങ്ങനെ ഒരു സംഭവമാണ് എന്ന് മറ്റാൾ മനസ്സിലാക്കിയാൽ തീർന്നില്ലേ പ്രശ്നം? ഇങ്ങനെ നമുക്ക് ഉൾക്കൊള്ളാനുള്ള ശക്തി ഉണ്ടാക്കാം. ഇതൊക്കെ സാധാരണഗതിയിലുള്ള ഉൾക്കൊള്ളാനുള്ള ശക്തിയാണ് കേട്ടോ. നമ്മൾ സാധാരണഗതിയിൽ സംസാരിച്ചാൽ നമുക്ക് മറ്റുള്ളതിലേക്ക് പോകാൻ കഴിയുള്ളൂ. സാധാരണഗതിയിൽ ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ ഒരു വ്യക്തിയിൽ നിന്നാകുമ്പോൾ ആ വ്യക്തിയിൽ നിന്ന് വരുന്നത് ഇന്ന സംഭവമാണ്, എനിക്കത് എന്ത് സഹിച്ചേ പറ്റൂ, കുറച്ച് സമയം മിണ്ടാതിരിക്കണം. ഇവിടെ നിങ്ങൾ നോക്കൂ, നമ്മൾ സ്വീകരിച്ച ആ മാർഗത്തിലേക്ക് നോക്കുക, ഒന്ന് ഫോക്കസ് ചെയ്യാം. എന്താണ് നമ്മൾ സ്വീകരിച്ച മാർഗം? സൈലന്റ് ആണോ? സൈലന്റ് അല്ലേ? വളരെ വ്യക്തമായി മനസ്സിലാക്കണം. നമ്മൾ സ്വീകരിച്ച മാർഗം എന്താണ്? സൈലന്റ് ആണ്. നമ്മൾ ഷൗട്ട് ചെയ്താലോ? നമ്മൾ തിരിച്ച് ഷൗട്ട് ചെയ്താല് അതോട് കൂടി
അതോടുകൂടി എല്ലാം അവസാനിച്ചിട്ടുണ്ടോ? അപ്പൊ സ്വീകരിക്കപ്പെട്ട ആ മാർഗം സൈലന്റ് ആണെങ്കിൽ നമുക്ക് ഈ പ്രപഞ്ചത്തിൽ കുറച്ച് കാര്യങ്ങളുണ്ട്, ഉൾക്കൊള്ളാനാവാത്ത വിധം അതിശക്തമായ ഹൈ പവർ എനർജി ഉണ്ട്. എല്ലാവർക്കും അറിയാം, നമ്മളൊക്കെ എല്ലാ ദിവസവും ആ എനർജിയിൽ നിന്ന് അല്പമെങ്കിലും സ്വീകരിക്കുന്നവരാണ് അല്ലേ? ആ കടലിൽ നിന്ന് ഒരു ടീസ്പൂണെങ്കിലും നമ്മൾ സ്വീകരിക്കുന്നുണ്ട് ഒരു ദിവസം രാവിലെ എണീറ്റിട്ട്, ബി-മാജിക്കിൽ വന്നിട്ട്. അങ്ങനെയാണെങ്കിൽ ഒരല്പം വിശാലമായി ആ ശക്തിയെ നമുക്ക് സ്വീകരിക്കാൻ അഥവാ ഉൾക്കൊള്ളാൻ എന്താണ് ചെയ്യേണ്ടത്? ടൈപ്പ് ചെയ്തോളൂ. ഈ പ്രപഞ്ചത്തിൽ അതിശക്തമായ പവർ ഉണ്ട്, അതിലൊരാൾക്കും സംശയം വേണ്ട. കാരണം ഈ പ്രപഞ്ചം മൊത്തം തന്നെ ഒരു ശക്തിയാണ്, എനർജിയാണ്. എനർജിയുടെ ബാലൻസിലാണ് നിലനിൽക്കുന്നതും. അത് തെറ്റിയാൽ പ്രപഞ്ചം നശിക്കും. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ശാസ്ത്രീയമാണ്, അശാസ്ത്രീയമൊന്നുമല്ല അല്ലേ? അപ്പോ ആ ഒരു പവർ നമുക്ക് ഇപ്പോൾ ഉള്ളതിനേക്കാളും കുറച്ചുകൂടെ കൂട്ടിയെടുക്കണം. അങ്ങനെ കൂട്ടിയെടുക്കാൻ അതിശക്തമായ ആ പവർ വരുമ്പോൾ അതിനെ ഉൾക്കൊള്ളാൻ നമുക്ക് ശക്തി വേണമെങ്കിൽ നമ്മൾ ഏത് മാർഗമാണ് സ്വീകരിക്കേണ്ടത് എന്നാണ് എന്റെ ചോദ്യം. മനസ്സിലായോ? മെഡിറ്റേഷൻ 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 ആണ്. പക്ഷെ ഏത് മെഡിറ്റേഷൻ എന്നുള്ളതാണ് പ്രശ്നം. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ, നമ്മളെ സേവേഴ്സ് കൾച്ചറിലെ ആദ്യത്തെ അക്ഷരം എസ് ആണ്. എസിന്റെ അർത്ഥം ആർക്കെങ്കിലും അറിയോ? സൈലന്റ്. ഈ മാർഗം തന്നെയല്ലേ നമ്മൾ നേരത്തെ സ്വീകരിച്ചത്? ആണോ? ഈ മാർഗമല്ലേ നമ്മൾ നേരത്തെ സ്വീകരിച്ചത്? ബോസ് ചീത്ത പറഞ്ഞപ്പോ നമ്മൾ എന്താ സ്വീകരിച്ചത്? സൈലന്റ് ആണ്. ഈ മാർഗമാണ് നമ്മൾ സ്വീകരിച്ചത്. ബോസ് ചീത്ത പറഞ്ഞപ്പോ നമ്മൾ സ്വീകരിച്ചത് ആ മാർഗമാണ്. ഒരു അയൽവാസികൾ തമ്മിൽ പ്രശ്നം ഉണ്ടായപ്പോ നമ്മൾ സ്വീകരിച്ചത് ഈ മാർഗമാണെങ്കിൽ ആ പ്രശ്നം അവിടെ തീരൂലേ? അപ്പൊ സൈലന്റ് എന്ന ഈ വിഷയം ഒരല്പം വൈഡായിട്ട് ചിന്തിക്കുക. നമ്മൾ ഇതുവരെ ചിന്തിച്ചത് സൈലന്റ്, മിണ്ടാതിരിക്കുക എന്നല്ലേ? അതല്ല, അതിൽ നിന്ന് കുറച്ച് വൈഡായിട്ട് ചിന്തിക്കുക. അതായത് നമുക്ക് ആവശ്യം എന്താണ്? ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത് ഒരു എനർജിയാണ്. ആ എനർജിയിൽ ഒരല്പം എനർജി നമ്മളെ അടുത്തുണ്ട്. അത് എല്ലാ ലോകത്തിലുള്ള സകല ജീവജാലങ്ങളിലും ഉണ്ട്. അതിൽ നിന്ന് കുറച്ചും കൂടെ നമ്മൾ എന്ത് ചെയ്തു? വാങ്ങിയെടുത്തിട്ടുണ്ട് ഈ മാജിക്കിലെ മെമ്പർമാർ. അതുകൊണ്ടാണ് ഇവിടെ എന്ത് ക്ലാസ്, ഇപ്പൊ ഞാനൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾ എന്താ പറയുന്നത്? നല്ല ക്ലാസ് ആയിരുന്നു. കാരണം എന്താ? നിങ്ങൾക്ക് അത് ഉൾക്കൊള്ളാനുള്ള ശക്തി ഉണ്ട്. നിങ്ങൾക്കത് ഉൾക്കൊള്ളാനുള്ള ശക്തി ഉണ്ടായതുകൊണ്ടാണ്. അല്ലേ പറയാം എന്ത് ക്ലാസ് അത്, ഇതൊന്നും ശരിയല്ല എന്നിട്ട് എണീറ്റ് പോവില്ലേ? അപ്പൊ ഉൾക്കൊള്ളാനുള്ള ശക്തി ഉണ്ട്. അപ്പൊ കുറച്ചുകൂടി എനർജി നിങ്ങൾ സ്വീകരിച്ചു. അതായത് സാധാരണക്കാരിൽ നിന്നും വ്യത്യസ്തമായി നിങ്ങൾ കുറച്ച് എനർജി കൂടുതലുള്ളതാണ്. ആ കൂടുതൽ നിങ്ങൾക്ക് കിട്ടിയത് എന്തുകൊണ്ടാണ്? സൈലന്റ് ആയതുകൊണ്ടാണ്, അഥവാ മെഡിറ്റേഷൻ ചെയ്തത് കൊണ്ടാണ്. വല്ലതും മനസ്സിലാകണ്ട? വൈഡ് കുറച്ചുകൂടി ചിന്ത കുറച്ചുകൂടി പോട്ടെ. ഈ നിൽക്കുന്ന സ്റ്റാൻഡിൽ നിന്ന് ഒരു സ്റ്റെപ്പ് കൂടി മുന്നോട്ട് പോട്ടെ. അപ്പോ അങ്ങനെയാണെങ്കിൽ ഈ പ്രപഞ്ചത്തിലുള്ള വലിയ വലിയ എനർജികളെ നമ്മളിലേക്ക് സ്വീകരിക്കണമെങ്കിൽ നമ്മൾ കുറച്ച് സൈലന്റ് ആകണം. ഏത് സൈലന്റ്? ഉദാഹരണത്തിന് നമ്മളൊരു മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ ബി-മാജിക്കിലുള്ള മെഡിറ്റേഷൻ അല്ല കേട്ടോ, അത് ഗൈഡഡ് മെഡിറ്റേഷൻ ആണ്. അത് വേണ്ടെന്നല്ല, എല്ലാ മെഡിറ്റേഷനും അതിൻ്റെതായിരിക്കുന്ന പവർ ഉണ്ട്. പക്ഷെ ഞാൻ പറയുന്നത്, നിങ്ങൾ എല്ലാവരും ബി-മാജിക്കിലെ എല്ലാ മെമ്പർമാരും 5:30 നമ്മുടെ ഈ മെഡിറ്റേഷനിൽ പങ്കെടുക്കാം. പക്ഷെ അതിനു മുമ്പ് ഒരു 5 മണിക്ക് അല്ലെങ്കിൽ 4:30 എണീറ്റിട്ട്
മാജിക് മോർണിംഗ് വിഷ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് നിങ്ങൾ വെറും സൈലന്റ് ആയിട്ട് മെഡിറ്റേഷൻ ചെയ്യൂ. ഒരു അഫർമേഷനും പാടില്ല, ഗ്രാറ്റിറ്റ്യൂഡും പാടില്ല, വിഷ്വലൈസേഷനും പാടില്ല, ഒന്നുമില്ലാതെ വെറും സൈലന്റ് ഇരിക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, പുറത്തേക്ക് വിടുക. ആ ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കുക. ഭയങ്കര രസമാണ്. ആ ശ്വാസം ഇങ്ങനെ വരുന്നതും തിരിച്ചു പോകുന്നതും നിങ്ങൾ അനുഭവിച്ചറിയുക. എന്ന് പറഞ്ഞാൽ ഒരു ശ്വാസത്തിനൊക്കെ അവിടെ കോടിക്കണക്കിന് രൂപ വിലയുണ്ട്. നിങ്ങൾക്കറിയോ, നിങ്ങൾ ശ്വസിക്കുന്ന ഒരു ശ്വാസത്തിന് എത്ര രൂപ വില ഉണ്ട്? ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? നിങ്ങൾക്ക് ശ്വാസകോശം ഉണ്ട്, ഇവിടെ ശ്വാസവും ഉണ്ട്, വായു ഉണ്ട്, അല്ലെ? വായു ഉണ്ട്, വായു വലിക്കാനുള്ള സജ്ജീകരണങ്ങളും ഉണ്ട്. പക്ഷെ നിങ്ങൾ ബ്രീത്ത് ചെയ്യുമ്പോൾ ശ്വാസം കിട്ടിയില്ല, എന്താ സംഭവിക്കുക? ശ്വാസം കിട്ടണില്ല. തൊട്ടടുത്ത് മണിസാർ എങ്ങനെ ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല, പക്ഷെ ഇയാൾക്ക് മാത്രം കിട്ടണില്ല. അങ്ങനെയാണെങ്കിൽ അയാൾ തട്ടിപ്പോവില്ലേ, അല്ലേ? അയാള് ഈ ജീവിതം കഴിഞ്ഞു പോയി, മരണപ്പെട്ടു പോകൂലേ വിത്തിൻ സെക്കൻഡ്സ്. അപ്പൊ ആ ശ്വാസത്തിന് എത്ര രൂപ നിങ്ങൾ വില കൊടുക്കും? ഒരു ശ്വാസത്തിന് എത്ര രൂപ നിങ്ങൾ നിങ്ങളുടെ ജീവനാണ്. ഓരോ ശ്വാസവും നമ്മുടെ ജീവനാണ്. അത് മനസ്സിലായിട്ടില്ല? ആ ജീവൻ ഉള്ളിലേക്ക് വരുന്നതും അത് നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ നെഗറ്റീവ് എനർജികളെയും രോഗങ്ങളെയും വിഷാംശങ്ങളെയൊക്കെ എടുത്ത് ക്ലീൻ ചെയ്ത് പുറത്തേക്ക് പോകുന്നതും മാത്രം മനസ്സിലാക്കിയിട്ട് വെറും സൈലന്റ് ആയിട്ട് ഒരു 10 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്താൽ, നിങ്ങൾ ചെയ്തു നോക്കൂ. ഒരു തുടർച്ചയായ 3 മാസം ചെയ്താൽ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളതിനേക്കാളും അതിശക്തമായ അറിവുകൾ ഓട്ടോമാറ്റിക്കലായിട്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയിരിക്കും. ഒരു പുസ്തകവും നിങ്ങൾ വായിക്കേണ്ടി വരില്ല, ഒരു ക്ലാസ്സിലും നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടി വരില്ല. അങ്ങനെ ഒരു അനുഭവമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഒന്ന് ടൈപ്പ് ചെയ്ത് അയാവും. നമ്മൾ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാതെ തന്നെ നമ്മളിലേക്ക് അറിവുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഇങ്ങനെ അനുഭവം ഉണ്ട് ആരെങ്കിലും ഉണ്ടോ? അതിൽ ഒന്ന് എസ് ടൈപ്പ് ചെയ്ത് എനിക്കൊന്ന് കാണാനാണ്. ആർക്കെങ്കിലും ഉണ്ടോ? ആതിര മാമിനുണ്ടോ? ആതിര മാം, ബീന മാമൻ. നമ്മൾ പഠിക്കാത്ത, നമ്മളെ സ്കൂളിൽ പോയി പഠിക്കാത്ത, അല്ലെങ്കിൽ നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്യാതെ ഒരറിവ് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് ഈ ശക്തി കൊണ്ട് മാത്രമാണ്. അത്യപൂർവമായ ആ പവർ നേടിയെടുത്ത ആരെങ്കിലും ഉണ്ടാവും? ജാക്കുല. ബീനമേമനുണ്ടോ? പറഞ്ഞോളി. അത് സാർ ചിലപ്പോൾ നമ്മളെ മുന്നിൽ വന്ന് സംസാരിക്കുന്ന ഏതെങ്കിലും വ്യക്തികളെന്നായിരിക്കൂലേ? ആ, അങ്ങനെ വരും. ഇപ്പൊ ഉദാഹരണത്തിന് സലാഹു ഒരു വിഷയം ചർച്ച ചെയ്യണം. സലാഹു ഒരു വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്, നമുക്കറിയില്ല എന്ത് വിഷയമാണ്. ആ വിഷയം ഇങ്ങനെ ചർച്ച ചെയ്ത് വരുമ്പോ പെട്ടെന്ന് സലാഹു വെച്ചത്, സാർ എന്താ നിങ്ങളെ അഭിപ്രായം, എന്താ നിങ്ങളെ അഭിപ്രായം? അപ്പൊ ആ വിഷയത്തെ കുറിച്ച് എനിക്ക് 2 വാക്ക് പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ അറിവിന്റെ പേരാണ് നമ്മൾ പഠിക്കാത്ത, നമ്മൾ കാണാത്ത പുസ്തകത്തിൽ നിന്നും നമുക്ക് ലഭിച്ച അറിവ്. അങ്ങനെ ഉണ്ട്, ഇല്ല എന്ന് പറയണ്ട, ഒരു അവകാശപ്പെട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കാഞ്ഞിട്ടാണ്. നിങ്ങൾക്ക് പോലും പലപ്പോഴും ഇത് അനുഭവപ്പെട്ടിട്ടുണ്ടായിരിക്കാം. ഇങ്ങനെയുള്ള അറിവ് ലഭിക്കണമെങ്കിൽ സൈലന്റ് മെഡിറ്റേഷൻ ആണ് ഏറ്റവും നല്ലത്. എന്ന് പറഞ്ഞത് മറ്റുള്ളത് മോശമാണെന്നല്ല കേട്ടോ. ഒരുപാട് മെഡിറ്റേഷൻ ഉണ്ട്, മണിസാറിനൊക്കെ അറിയാം. നമുക്കറിയാം കണക്റ്റീവ് മെഡിറ്റേഷൻ ഉണ്ട്, അല്ലെ? സ്മൈൽ മെഡിറ്റേഷൻ ഉണ്ട്, അതുപോലെ തന്നെ പ്രാണായാമം ഉണ്ട്, യോഗ മെഡിറ്റേഷൻ ഉണ്ട്. ഇങ്ങനെ നിരവധി മെഡിറ്റേഷൻ ഉണ്ട്. ഏത് മെഡിറ്റേഷനും ഒന്നിനൊന്ന് മെച്ചം തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. ഓരോന്നിനും ഓരോ ഫലങ്ങളാണെന്ന് മാത്രം. ഗൈഡഡ് മെഡിറ്റേഷൻ ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വിമാജിക്കില്. ഗൈഡഡ് മെഡിറ്റേഷൻ ആരാണോ ഗൈഡ് ചെയ്യുന്നത്
അതിനനുസൃതമായി നമ്മൾ യാത്ര ചെയ്യുന്നു. അതാണ് ഗൈഡഡ് മെഡിറ്റേഷൻ. എങ്ങോട്ടും ഗൈഡ് ചെയ്യാം, എങ്ങോട്ടും ഗൈഡ് ചെയ്യാം. സ്പിരിച്വാലിറ്റിയിലേക്ക് വേണമെങ്കിൽ ഗൈഡ് ചെയ്യാം. അതല്ല, നാച്ചുറൽ ആയിട്ട് നമുക്ക് ആവശ്യമുള്ള എല്ലാ സംഭവങ്ങളും, ഈ ലോകത്ത് നമുക്ക് ലഭിക്കേണ്ട എല്ലാ സംഭവങ്ങളിലേക്കും ഫോക്കസ് ചെയ്തിട്ട് ഗൈഡ് ചെയ്യാം. അങ്ങനെ ഡിമാജിക് കൊടുക്കുന്നുണ്ടില്ല. സമ്പത്ത്, അത് ആരോഗ്യം എല്ലാം ഡിമാജിക്കിൽ കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഗൈഡ് ചെയ്യാം. ആരാണോ ഗൈഡ് ചെയ്യുന്നത് ആ ഗൈഡ് ചെയ്യുന്നതിനനുസരിച്ച് യാത്ര ചെയ്യുന്നതിനാണ് ഗൈഡഡ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. കണക്റ്റീവ് മെഡിറ്റേഷൻ ചെയ്യുന്ന കുറച്ച് ആളുകൾ ചിലപ്പോൾ നമ്മളെ ഗ്രൂപ്പിലുണ്ടാവും. ചില കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട് കണക്റ്റീവ് മെഡിറ്റേഷൻ കൊടുക്കുന്ന ആളുകളുണ്ട്. അവരിലൊക്കെ ചെന്ന് പെട്ടിട്ടുണ്ടാവും. നല്ലതാണ്. ഫാമിലിയെ കുറിച്ച് കൂടുതൽ ചിന്തിക്കാതിരുന്നാൽ മുന്നോട്ട് പോകാം. ആരാ ചിരിച്ചത്? ഫാമിലിയെ കുറിച്ച് കൂടുതൽ ചിന്തിക്കാതിരുന്നാൽ മുന്നോട്ട് പോകാൻ പ്രശ്നമില്ല. അപ്പോ ഇത്തരം സംഭവങ്ങൾ നമ്മൾ സ്വായത്തമാക്കി നമ്മുടെ ജീവിതത്തിൽ അതിങ്ങനെ ഒന്ന് നോക്കുക. എങ്ങനെ ഉണ്ട്, ഇങ്ങനെ കിട്ടുന്നുണ്ടോ ഇല്ലേ? ഷൈമിന കുറച്ച് പോയി വെക്കുക, നല്ലതാണ്. അങ്ങനെ യാത്ര ചെയ്താൽ നമ്മൾ വിചാരിക്കുന്നത് പോലല്ല ഈ ലോകത്തുള്ളത്. ഒരുപാട് അറിവുകൾ, നമ്മൾ പഠിക്കാത്ത വിഷയങ്ങൾ, നമ്മളിലേക്ക് വരുന്ന അത്ഭുതകരമായ റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇറ്റ്സ് എ മാജിക്. ഫീൽ ദ മാജിക്. ബി മാജിക്, ഫീൽ ദ മാജിക്. ആ മാജിക് നമ്മൾ ഫീൽ ചെയ്യാൻ സാധിക്കും. അതിനാണ് ബി മാജിക് ഒക്കെ പോലുള്ളത്. ഒരുപാട് ആളുകളെ എനിക്ക് പരിചയമുണ്ട് കേട്ടോ. നമ്മളൊരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ, മണിസാർ ഒരു വിഷയം ചർച്ച ചെയ്താൽ ആ വിഷയം എന്താണെങ്കിലും, ബാങ്കിനെ കുറിച്ചാണെങ്കിൽ ബാങ്ക്, ആരോഗ്യത്തെ കുറിച്ചാണ് ആരോഗ്യം, അതല്ല സ്കൂളിന്റെ കാര്യമാണ് സ്കൂള്, എന്ത് വിഷയമാണോ മണിസാർ സംസാരിക്കുന്നത് ആ വിഷയത്തെ കുറിച്ച് 2 വാക്ക് സംസാരിക്കാൻ കഴിയുന്നവർ ഈ പവർ ഉള്ളവരാണ് കുറച്ചെങ്കിലും. കാരണം അവർക്ക് ആ അറിവുണ്ടാവില്ല, അവർ ആ വിഷയവുമായി യാതൊരു ബന്ധം ഉണ്ടാവില്ല. എന്നിരുന്നാലും ചിലപ്പോൾ 2 വാക്ക് സംസാരിക്കും. നമ്മൾ ശ്രദ്ധിക്കാഞ്ഞിട്ടാണ്. നമുക്ക് ഒരുപാട് കഴിവുണ്ട്. ആനയെ പോലെയാണ്. ആനന്റെ ചെവി കൊണ്ട് സ്വന്തം ശരീരം കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞത്. അപ്പൊ അതുപോലെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. നമുക്ക് എന്തൊക്കെ കഴിവുണ്ട്, നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് എന്തൊക്കെ കഴിവുണ്ട്, ഏതെല്ലാം മേഖലയിൽ നമുക്ക് ഉയരാൻ സാധിക്കും, എന്തെല്ലാം നേടിയെടുക്കാൻ കഴിയും, ആ നേടിയെടുക്കണമെങ്കിൽ നമ്മൾ സ്വീകരിക്കേണ്ട മാർഗം എന്താണ് എന്നൊക്കെ നമ്മൾ നോക്കിയാൽ മതി. കിട്ടും, കിട്ടാതില്ല. ഓക്കെ. അപ്പൊ ഞാൻ സംസാരിച്ചു വന്നത് നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ഒരുപാട് ശക്തികളുണ്ട്. പ്രത്യേകിച്ച് മെഡിറ്റേഷൻ ചെയ്താൽ ലഭിക്കുന്ന ശക്തികൾ. ഒന്ന് ബുദ്ധിശക്തി, ഓർമ്മശക്തി, തരണം ചെയ്യാനുള്ള ശക്തി, ഉൾക്കൊള്ളാനുള്ള ശക്തി. അതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. ഉൾക്കൊള്ളാനുള്ള ശക്തി നേടിയെടുക്കാൻ സാധിക്കും അല്ലേ? ഇത്ര മാത്രമാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾ ജീവിതത്തിൽ ഇത് പകർത്തിയാണെങ്കിൽ ഞാൻ 100% റിസൾട്ട് തരാം. പക്ഷെ ഇതിന് സമയം കണ്ടെത്തണം. കാരണം ഒരു 4:30 മണിക്ക് എണീറ്റ് കുളിച്ച് ശുദ്ധമായ ശരീരത്തോടു കൂടി, ശുദ്ധമായ മനസ്സോടു കൂടി ഒരു 10 മിനിറ്റ് സൈലന്റ്, വെറും സൈലന്റ് ആയിട്ടിരുന്ന് മെഡിറ്റേഷൻ ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് ബി മാജിക്കിൽ വന്നിട്ട് ഗൈഡഡ് മെഡിറ്റേഷൻ ചെയ്യാം. അതിനുശേഷം ക്ലാസ് ഒക്കെ കേട്ട് രാവിലെ കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്ത് ചെറിയ 1-2 പുസ്തകമൊക്കെ വായിച്ച് എല്ലാവരും ഒരു നല്ല രീതിയിൽ പെരുമാറിയാൽ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അല്ലാതെ ഒരാള് ഇപ്പോ അനുവിന്റെ വീടിന്റെ പരിസരത്ത് കൂടെ എനിക്ക് പോകണം. അപ്പൊ അനു പറയണ ഇതിലെ യാത്ര ചെയ്യാൻ പറ്റൂല, ഞാനിവിടെ മതില് കെട്ടും, നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ സാധ്യമല്ല എന്ന് പറഞ്ഞിട്ട് മതില് കെട്ടിയിട്ട് എന്നെ അവിടെ ഒരു പൂട്ടിയിട്ടിട്ട് അനുമോൾക്ക് എവിടെയും രക്ഷപ്പെടാൻ സാധ്യമല്ല ജീവിതത്തിൽ. അല്ലേ? നമ്മൾ എത്ര മെഡിറ്റേഷൻ ചെയ്താലും ഒരിക്കലും രക്ഷപ്പെടാൻ സാധ്യമല്ല. കാരണം അനുമോൾ വിചാരിച്ചു ഞാൻ കുടുങ്ങി, പക്ഷെ ശരിക്കും കുടുങ്ങിയിട്ട് അനുമോളാണ്. ശരിക്കും കുടുങ്ങിയിട്ടുണ്ടാകുക അനുമോളായിരിക്കും. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് മറ്റുള്ളവരെ ശല്യം ചെയ്തിട്ടല്ല, നമുക്ക് നേടിയെടുക്കാനുള്ളത് നമ്മൾ നേടുക. മറ്റുള്ളവർക്ക് അത് ശല്യമാകാതെ
മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ വേണം നമുക്ക് ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് പോകാൻ. ഓക്കെ, താങ്ക് യു. ഇവിടെ പോയാ ഗോപിക? ഇതാരാണ്? യെസ്, താങ്ക് യു റസാഖ് സർ, താങ്ക് യു സോ മച്ച്. അപ്പം നല്ല സെഷൻ ആയിരുന്നു അല്ലേ? നമുക്ക് പുതിയ മെമ്പേഴ്സ് ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ അവരെയും കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പരിചയപ്പെടാം. ഓക്കെ, അപ്പം പുതുതായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ളവർ ജസ്റ്റ് അൺമ്യൂട്ട് ചെയ്യാം. നിങ്ങളെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അഞ്ജലി മാം. ഹലോ, യെസ്, പറഞ്ഞോളൂ മാം. ഗുഡ് മോർണിംഗ്. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. എൻ്റെ പേര് അഞ്ജലി. ഞാൻ ലൊക്കേഷൻ വരുന്നത് കൊടുവള്ളിയാണ്. ഇപ്പോൾ കറന്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഡിസൈനറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ അഞ്ജലി മാം, ഇന്ന് ഫസ്റ്റ് ആയിട്ടാണോ മെഡിറ്റേഷൻ ആണെങ്കിലും ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്? അതെ. അപ്പം എന്ത് തോന്നി ഈ ഒരു ക്ലാസ് അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്ത സമയത്ത് എന്തായിരുന്നു ഒരു ഫീലിങ്സ്? എന്താണ് നിങ്ങളുടെ ഒരു ഇത് പറയാവോ? ശരിക്കും പറഞ്ഞാൽ ഇത് ഫസ്റ്റ് ടൈം ആണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഓക്കെയാണ്. ഇനി ഇത് കണ്ടിന്യൂ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ, ഫൈൻ. എനിവേ, താങ്ക് യു അഞ്ജലി മാം, താങ്ക് യു സോ മച്ച്. ഓക്കെ, ഏത് സർ കേൾക്കുന്നുണ്ടോ? ഹലോ, യെസ് പറഞ്ഞോളൂ. കേൾക്കുന്നുണ്ടോ? യെസ്. പേര് എബിനാണ്. സ്ഥലം വരുന്നത് മലപ്പുറം കോട്ടക്കലാണ്. കറങ്ങി വർക്ക് ഞാൻ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. റിസർച്ച് കാര്യങ്ങൾ സോഴ്സിലായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിലേക്കുള്ള റിസർച്ച് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറെ വർഷങ്ങൾക്ക് മുന്നേ മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ യൂട്യൂബ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആഫ്റ്റർ ലോങ് ടൈമാണ് പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. അപ്പം ടീമിനെ ആരെങ്കിലും നമ്മൾ പരിചയപ്പെടാനുണ്ടോ? ഇല്ലല്ലോ, ഇവർ രണ്ടുപേരും അല്ലേ പുതിയതായിട്ട് വന്നിട്ടുള്ള? ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇനി ഫീഡ്ബാക്ക് പറയാം. നിങ്ങളുടെ ടൈമാണ്. ഹലോ, ഗുഡ് മോർണിംഗ്. യെസ്, സുബ്രഹ്മണ്യൻ സർ, ഗുഡ് മോർണിംഗ്. പറഞ്ഞോളൂ. റസാഖ് സാറിന്റെ ക്ലാസ് വളരെ നല്ല ക്ലാസ് ആയിരുന്നു. സാർ ഒടുവിൽ പറഞ്ഞ ആ പോയിന്റ് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പമായിരിക്കും. സാറ് പറഞ്ഞ മാതിരി 10 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 5 മിനിറ്റോ നമ്മൾ സൈലൻസ് ഫോളോ ചെയ്ത് ഒരു നല്ലൊരു പ്രാക്ടീസ് ആയിരിക്കും തോന്നുന്നു. താങ്ക് യു. താങ്ക് യു. താങ്ക് യു സുബ്രഹ്മണ്യൻ സർ. ഓക്കെ, ബാക്കി എല്ലാവരും എന്താണ് മുന്നോട്ട് വരാത്തെ? ആതിരമ്മയും ബീനാമ്മയും പറഞ്ഞോളൂ, എല്ലാവരും പറയൂ. സാർ, സൈലന്റ് ആയിരിക്കുമ്പോൾ മറ്റുള്ള ചിന്തകൾ മൈൻഡിലേക്ക് ഇങ്ങനെ വന്നോണ്ട് പോലെ. തീർച്ചയായിട്ടും വരും. അപ്പൊ എന്ത് ചെയ്യും? ആ ചിന്തകളിൽ നിന്ന് നമുക്കൊരു ബോധം വരും. ഞാനിപ്പോ ആ ചിന്തയിലേക്കാണല്ലോ പോണ്ട്. അപ്പൊ തിരിച്ചിങ്ങോട്ടേ ബോധം പോരെ. ഒന്നും പേടിക്കണ്ട. അതിന്റെ പിന്നാലെ സൈക്കിൾ എടുത്ത് പോകാഞ്ഞാൽ മതി. ചിന്തകൾ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അതിനെ അമർത്താൻ കഴിയും. തിരിച്ചു ശ്വാസം എടുക്കുന്നതും ഇതിങ്ങനെ ആലോചിച്ചാല് ചിന്തകളൊക്കെ പോകും. ചിന്തകൾ വരുമ്പോ ശ്വാസം എടുക്കുന്നത് മാത്രം ഫോക്കസ് ചെയ്യാം. അപ്പൊ ഓട്ടോമാറ്റിക്കായി മാറിക്കോളും. വേറെ പ്രശ്നമില്ല. ഓക്കെ സാർ, പറഞ്ഞോളൂ, താങ്ക് യു. പറഞ്ഞോളൂ. ഓക്കെ, താങ്ക് യു വേറെ ബീനാമ്മയും. ആരാ? അജിമോൻ സർ. പറയൂ. മനസ്സിലായോ? ഓക്കെ സർ, നല്ലൊരു സെഷൻ ആയിരുന്നു സർ. സൈലൻസിന്റെ ആ മഹത്വം ശരിക്ക് പറഞ്ഞിട്ടുണ്ട് സാറിനെ.
നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന സമയത്ത് അതിലേക്ക് സൈലന്റ് ആയിട്ട് ഇരുന്നിട്ട് സാർ പറഞ്ഞ മാതിരി ഏറ്റവും നല്ലൊരു മുഹൂർത്തം ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെയാണ്. ആ സമയത്ത് നമ്മൾ വളരെ വൃത്തിയായി വന്നിട്ട് ശുചിയായി വന്നിട്ട് ഈ സൈലന്റ് ആയി ഇരുന്ന് ബ്രീത്തിങ്ങിന് മാത്രം ശ്രദ്ധിക്കുമ്പോൾ ശ്വാസം ഉള്ളിലേക്ക് പോകുന്നതും പുറത്തേക്ക് വിടുന്നതും കുറച്ചൊരു 10 മിനിറ്റ് നേരെങ്കിലും ഇരിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ മാതിരി പല അനുഗ്രഹങ്ങളും നമുക്ക് പല ഐശ്വര്യങ്ങളും വന്നു ചേരുന്നുള്ളത് വളരെയധികം വാസ്തവമാണ്. അതേ സമയത്ത് ഈ പല സന്ദർഭങ്ങളിലും നമുക്ക് നമ്മൾ അറിയാതെ തന്നെ പല അറിവുകളിലും നമ്മളിലേക്ക് എത്തിച്ചേരും. നമുക്ക് പല സിറ്റുവേഷനും തരണം ചെയ്യാനും പറ്റും. ആപൽഘട്ടത്തിലായാലും ശരി, പല ഒരു നമ്മൾ വിചാരിക്കാതെ എത്തിപ്പെടുന്ന സ്ഥലത്ത് തന്നെ നമുക്കൊരു കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. പിന്നെ സാറ് പറഞ്ഞ ആ കാര്യം ഉണ്ടല്ലോ, പെട്രോളും ശുദ്ധജലവും, അത് നല്ലൊരു എക്സാമ്പിൾ തന്നെയാണ്. പക്ഷെ പലപ്പോഴും ഈ ബോസും ആളെന്ന് പറഞ്ഞാല് പല സന്ദർഭങ്ങളിൽ അവർ നല്ലവരായിരിക്കും, പല സന്ദർഭങ്ങളിൽ മാത്രമാണ് ചിലപ്പം ഈ ക്ഷോഭം വരുന്നത്. ആ സാഹചര്യത്തിനനുസരിച്ചും നമ്മളിൽ വല്ല തെറ്റുകളോ മിസ്റ്റേക്കോ ഒക്കെ വരുന്ന സമയത്ത് മാത്രമാണ് അങ്ങനെ ഉണ്ടാകാറ്. പക്ഷെ പൊതുവെ വരുന്ന സമയത്ത് പല നല്ല കാര്യങ്ങളും അവർ ചെയ്യാറുണ്ടാവും. അതിനനുസരിച്ചിട്ട് അവരെ ആ കുപ്പി മാറിക്കൊണ്ടിരിക്കും എന്ന് പറയാം. അപ്പൊ നമ്മൾ ഈ മൗനം ആചരിക്കുക എന്നുള്ളതാണ്. അത് ബ്രീത്ത് എടുക്കുന്ന സമയത്ത്, അത് ബ്രീത്ത് വലിക്കുന്ന സമയത്ത് അതിന്റെ ആ ശ്വാസത്തിന്റെ ചെറിയ തണുപ്പ് മൂക്കിന്റെ ഉള്ളിൽ വരുന്നതും പുറത്തേക്ക് വിടുന്ന സമയത്ത് ആ മൂക്കിന്റെ ഒരു ചെറിയ ചൂട് മാതിരിയുള്ളത് പുറത്തേക്ക് പോകുന്നത് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് മൗനമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ പ്രസന്റ് മൂവ്മെന്റിൽ ഇരിക്കാൻ പറ്റും. അപ്പൊ പാസ്റ്റില്, അതായത് മുമ്പ് ഉണ്ടായിരുന്ന എന്തൊക്കെയോ വിഷമങ്ങൾ ഉണ്ടെങ്കിൽ അതിലേക്കൊന്നും ശ്രദ്ധ വരില്ല നമുക്ക്. അതുപോലെ തന്നെ വരാനിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് നമ്മൾ ആകുലപ്പെടേണ്ട ആവശ്യവുമില്ല. ഈ പ്രോസസ്സിൽ മാത്രം ഉണ്ടാകുക. അന്നേരം നമ്മളെ ശരീരം പോലും നമുക്കുണ്ടോ എന്നുള്ളത് തന്നെ നമുക്കറിയില്ല. നമ്മൾ ബ്രീത്ത് എടുക്കുന്നുണ്ട്, വിടുന്നുണ്ട്, അത്രയും ഉള്ള ഒരു അഗാധമായിട്ടുള്ള ഒരു സ്റ്റേറ്റിലേക്കാണ് പോവുക. അപ്പൊ ആ സ്റ്റേറ്റിൽ വരുന്ന സമയത്ത് നമ്മൾ പ്രകൃതിയായിട്ട് അല്ലെങ്കിൽ യൂണിവേഴ്സ് ആയിട്ട് ഒരു ബെറ്റർ കണക്ഷൻ ഉണ്ടാകുകയാണ്. ആ കണക്ഷൻ വരുന്ന സമയത്ത് നമ്മളിലേക്ക് അനുഗ്രഹങ്ങൾ കോരിച്ചെരിയും തന്നെയാണ് പറയാ. താങ്ക് യു വെരി മച്ച്. നല്ലൊരു സെക്ഷൻ ആയിരുന്നു. താങ്ക് യു മനസ്സാ. റസാഖ് സാർ, ഹലോ ഹലോ പറഞ്ഞോളൂ. ഹലോ. ആ ഓക്കെ, സാറ് പറഞ്ഞ ടോപ്പിക്ക് ഇതിനു മുന്നേ ഞാൻ കുറച്ച് കേട്ടിട്ടുണ്ട്. അതായത് ഈ പണ്ടത്തെ സന്യാസിമാരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ എന്ന് വെച്ചാല് പിന്നെ വരാൻ പോകുന്ന കാര്യങ്ങൾ പറയണതും അതുപോലെ തന്നെ അത് നിങ്ങൾ പറഞ്ഞ ആ ലെവലിൽ നമ്മൾ വന്നു കഴിഞ്ഞാല് പിന്നെ നമ്മൾ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും ശരിയായിക്കാരം. അതായത് നമുക്കറിയാം, നിങ്ങൾ പറഞ്ഞ പോലെ അറിയാത്തൊരു കാര്യത്തിനെ കുറിച്ച് നമ്മൾ തീരുമാനം എടുക്കുകയാണെങ്കിൽ തന്നെ അത് ശരിയായിട്ട് മാറും. അത്രയും വലിയൊരു ലെവലിലേക്ക് നമ്മൾ എത്തിപ്പെടും. അതുപോലെ തന്നെ ഇപ്പോ ബുദ്ധമതം, ജൈനമതം ഒക്കെ ഉണ്ടല്ലോ, അതിന്റെ സന്യാസിമാരുടെ പേര് എനിക്കറിയില്ല. അവരൊക്കെ യഥാർത്ഥത്തില് ഈ രൂപത്തിലുള്ള മെഡിറ്റേഷന് ചെയ്തുകൊണ്ടാണ് കഴിഞ്ഞാല് അത്രയും ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാനൊക്കെ പറ്റിയത്. അത് ഞാൻ കേട്ടിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. താങ്ക് യു. മാജിക് മോർണിംഗ്. പറഞ്ഞോളൂ. സാറ് നല്ലൊരു ക്ലാസ് ആയിരുന്നു. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ അത്യാവശ്യമൊക്കെ മെഡിറ്റേഷൻ ചെയ്യാറുണ്ട്, സൈലന്റ് ആയാലും. പിന്നെ ഞങ്ങളെ ഗുരുജിയുടെ, രവിശങ്കർ ഗുരുജിയുടെ മെഡിറ്റേഷൻ ഒക്കെ ഞാൻ ചെയ്യാറുണ്ട്. അപ്പൊ ചിന്തകൾ വരുന്നതിനെ പറ്റിയിട്ട് പറയാറുണ്ട്. നമുക്ക് ചിന്ത വന്നോട്ടെ, എന്ത് ചിന്തയായാലും വന്നോട്ടെ, അത് നമ്മൾ പിടിച്ചു വെക്കുമ്പോഴേ നമുക്ക് വീണ്ടും ആ ചിന്തയിലേക്ക് പോകണം എന്നാണ് പറയുക. ആ ചിന്തകൾ വന്ന് അത് അങ്ങനെ പോയിക്കോളും, ഓട്ടോമാറ്റിക് ആയിട്ട് പോയിക്കോളും. നമ്മൾ ശ്വാസത്തിലേക്ക് ഇങ്ങനെ ശ്രദ്ധിച്ചാൽ മതി എന്നാണ് ഞങ്ങൾക്ക് പറഞ്ഞു തരാറുള്ളത്. അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ സാറ് പറഞ്ഞ പോലെ നമ്മളെ മെഡിറ്റേഷന്റെ ബി മാജിക്കൽ മെഡിറ്റേഷന്റെ മുന്നേ ഞാനും ഇതേപോലെ ഒരു 15-20 മിനിറ്റ് ഞാൻ മെഡിറ്റേഷൻ ചെയ്തിട്ട് ദിവസം ചെയ്യാറുണ്ട്. അതിൻ്റെതായിട്ടുള്ള ചില മാറ്റങ്ങളുണ്ട്. താങ്ക് യു മാം. ഗുരുജി സൈലന്റ് മെഡിറ്റേഷൻ അല്ല കേട്ടോ, കണക്റ്റീവ് അല്ല മെഡിറ്റേഷൻ ആണ് കൊടുക്കുന്നത്. അല്ല ഞങ്ങൾക്ക് ഇത് പറഞ്ഞു തരുമ്പോൾ, ഇത് ഗൈഡ് തരുമ്പോൾ ഞങ്ങൾക്ക് പറയാനുണ്ട്, ചിന്തകൾ വന്നോട്ടെ, ചിന്തകൾ പിടിച്ചു വെക്കരുത്, അത് അതിന്റെ പാട്ടിന് പോയിക്കോളും. നമ്മൾ അങ്ങനെ പിടിച്ചു വെക്കുമ്പോൾ നമ്മൾ വീണ്ടും ആ ഓർമ്മകളിലേക്ക് പിന്നെ വരികയാണ് ചെയ്യുക. അത് മൈൻഡ് ചെയ്യാതെ ഇരുന്നാൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് പോയിക്കോളും എന്ന് പറഞ്ഞു തരും. ഞങ്ങൾക്ക് ഇത് ആദ്യം ഗൈഡ് തരും.
ഇവരെ മെഡിറ്റേഷനെ കുറിച്ച് ഞാൻ പറയാം. ഇവരെ മെഡിറ്റേഷൻ ആ പെട്ടെന്ന് ഒരാൾക്കാണ് കയറി ചെല്ലാൻ പറ്റാത്തൊരു മെഡിറ്റേഷനാണ്. കാരണം ആ പെട്ടെന്ന് ഒരാൾ കയറി ചെന്നാൽ അയാൾക്ക് യോഗ മെഡിറ്റേഷൻ ആണ് കൊടുക്കുക. ആ ഇപ്പൊ ഞാൻ ഓട്ടോമാറ്റിക്കലായിട്ട് ചേർന്ന എനിക്ക് യോഗ മെഡിറ്റേഷനെ കിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് കണക്റ്റീവ് മെഡിറ്റേഷൻ കൊടുക്കും. അതും കഴിഞ്ഞിട്ടാണ് ആ സെക്കൻഡായിട്ട് പോയിട്ട് മാത്രമേ അവരെ യഥാർത്ഥ മെഡിറ്റേഷനിലേക്ക് എത്തുള്ളൂ. ആ ആ സർ. കുറച്ച് പണിയെടുക്കണം ആ അവരെ കൂടെ ശരി. യാത്ര ചെയ്യണം. ഓക്കെ, ശരി, താങ്ക് യു. താങ്ക് യു സർ. പ്രീത മാം പറഞ്ഞോളൂ. മാജിക് മോർണിംഗ്. റസാഖ് സാർ വളരെ സൂപ്പർ ആയിട്ടുള്ള ഒരു ക്ലാസ് തന്നെ. സൈലന്റിനെ കുറിച്ച് സാറ് പറഞ്ഞ പോലെ നമ്മള് സൈലന്റ് ആയിരിക്കുക. എല്ലാ കാര്യങ്ങളും എന്ത് നമുക്ക് വിഷമഘട്ട വന്നാലും അല്ലെങ്കിൽ നമുക്ക് ഒരു ദേഷ്യം തോന്നുകയാണെന്നുണ്ടെങ്കിലും ഏതെങ്കിലും ഒരു വ്യക്തികളോട് നമുക്കൊരു ദേഷ്യം തോന്നുകയാണെന്നുണ്ടെങ്കിൽ 10 മിനിറ്റ് നമ്മൾ ഒന്ന് സൈലന്റ് ആയി ഇരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനാണ് അവരോട് ദേഷ്യപ്പെടുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്താണ് നമുക്ക് സങ്കടം വന്നുള്ള ആ കാര്യം എന്നുള്ളത് ഒന്ന് നമ്മൾ സൈലന്റ് ആയി ഇരുന്ന് നമ്മളൊന്ന് ഇങ്ങനെ മനസ്സിലേക്ക് കണ്ണടച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് അതിനെ റിലീസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ നമ്മൾ ആലോചിക്കുക. അത് പറഞ്ഞ പോലെ നമുക്ക് ചിലപ്പോൾ അത് വല്ലാത്ത സങ്കടത്തിലായിരിക്കും കൊണ്ടുവരുന്നുണ്ടാവുക. പക്ഷെ എന്നാലും അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളത് ഞാൻ അതല്ലല്ലോ ചിന്തിക്കേണ്ടത്, അത് ഇങ്ങനെയല്ലേ എന്നുള്ളത് നമ്മൾ തിരിച്ച് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു എത്ര സങ്കടമുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്കത് റിലീസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഓപ്പോസിറ്റുള്ള ഒരു വ്യക്തി നമ്മളോട് ഒരുപാട് ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്ന കാര്യം സാറ് പറഞ്ഞു. അങ്ങനെ ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ അങ്ങോട്ട് തിരിച്ച് ഷൗട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആളും ഒന്ന് സൈലന്റ് ആവും. എന്താന്ന് വെച്ചാൽ അവരുടെ ഇനിയിപ്പോ നമുക്ക് എന്തൊരു ദേഷ്യം അവരോട് തോന്നുകയാണെന്നുണ്ടെങ്കിലും അവരുടെ പോസിറ്റീവ് എന്താണ് നമുക്ക് ചിലപ്പോൾ ഈവൻ നമ്മുടെ വീടുകളിലാണെന്നുണ്ടെങ്കിലും സുഹൃത്തുക്കളുടെ ഇടയിലാണെന്നുണ്ടെങ്കിലും നമ്മൾ അവരിൽ നിന്ന് പോസിറ്റീവായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ അതിനെക്കുറിച്ച് ചിന്തിക്കുക. എന്തിനാ ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നത്, അത് അവരുടെ ഭാഗത്ത് നമുക്ക് ഇങ്ങനെ ഒരു പോസിറ്റീവ് ചിലപ്പോൾ അവരുടെ ആ ഒരു സമയത്ത് തോന്നിയ ആ ഒരു ദേഷ്യം കൊണ്ട് പറഞ്ഞതായിരിക്കാം. ഇനിയിപ്പോ നമ്മുടെ സീനിയർ ആയിട്ടുള്ള ആളുകളായാലും അല്ലെങ്കിൽ നമ്മൾ ജോലി സ്ഥലത്താണെന്നുണ്ടെങ്കിലും അവര് നമ്മളോട് ദേഷ്യപ്പെടുന്നത് എന്താന്നുള്ളത് നമ്മൾ മണിസാറൊക്കെ പറഞ്ഞ പോലെ നമ്മൾ ഉൾക്കൊള്ളുക. എന്തിനാണ് അവര് നമ്മളോട് ദേഷ്യപ്പെടുന്നത്? അപ്പൊ നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മളൊന്ന് സൈലന്റ് ആയിരിക്കുക. അപ്പോൾ വളരെയധികം മാറ്റം ഉണ്ടാവും. ഓക്കെ, എന്തായാലും ഇതൊക്കെ ബി മാജിക്കിൽ വന്നതിന് ശേഷമാണ്. ബി മാജിക്കിൽ ജോയിൻ ചെയ്ത മെമ്പേഴ്സിന് മാത്രമാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയുള്ളൂ. ഓക്കെ, വളരെ നല്ലൊരു ക്ലാസ് സാറെ, ഇഷ്ടപ്പെട്ടു. താങ്ക് യു സോ മച്ച്. താങ്ക് യു പ്രീത മാം. ഓക്കെ, താങ്ക് യു പ്രീത മാം. നമുക്ക് ടൈം കുറച്ചും കൂടെ ഉണ്ട്. അപ്പം ആരാ ഇനി ഫീഡ്ബാക്ക് പറയാനുള്ളത്? കുറച്ചും കൂടെ ആളുകൾ ഉണ്ടല്ലോ ഫീഡ്ബാക്ക് പറയാൻ. ഞാൻ പറയട്ടെ. ബഷീർ സാർ. സൈലൻസ് നല്ലൊരു ആയുധമാണ് സർ. നമുക്ക് സമൂഹത്തിനായിട്ട് ഇടപെടാൻ ഏറ്റവും നല്ല ഒരു ആയുധമാണ് സൈലൻസ്. ഏത് പ്രശ്നം കൈകാര്യം ചെയ്യാൻ എതിർ പാർട്ടി വരെ ഒന്ന് പിന്നോട്ടേക്ക് പോകും. നമ്മളെ ആ കമ്മ്യൂണിക്കേഷനിൽ ആ നിലപാട് സ്വീകരിച്ചാൽ ഏത് വിഷയവും കൈകാര്യം ചെയ്യാനും സാറ് പറഞ്ഞ മാതിരി ഒരാശയം പെട്ടെന്ന് പറയാനുള്ള കഴിവുകൾ, നമ്മളെ പ്രോബ്ലം സോൾവിങ് സ്കില്ല്, പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള നമ്മുടെ സ്കില്ല്, നമുക്ക് തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ്, ഇതൊക്കെ വർദ്ധിക്കും. മെമ്മറി പവർ, എനിക്കൊക്കെ സ്വന്തം അനുഭവത്തിൽ നിന്ന് ഞാൻ പറഞ്ഞു. ഇതൊക്കെ മെമ്മറി പവർ, ഇതൊക്കെ ശരിക്ക് നമ്മൾ വിചാരിച്ച ലെവലിലല്ലാത്തൊരു ലെവലിലേക്ക് നമ്മളെ യൂണിവേഴ്സ് എത്തിക്കും. അതിനുള്ള പാതയാണ് മെഡിറ്റേഷൻ, സൈലൻസ്. അതൊന്നും കൂടി ഓർമ്മപ്പെടുത്തിയതിന് നന്ദി. താങ്ക് യു വെരി മച്ച് സാർ. സാർ ഇപ്പൊ പറഞ്ഞ കാര്യം ഒന്നും വെറുതെ പറയല്ലോ കേട്ടോ, ജീവിതത്തിൽ അനുഭവിച്ചിട്ട് പറയാണ്. അതെല്ലാരും മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു ബഷീർ സർ. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഇനി ആരെങ്കിലും ഉണ്ടോ? കീർത്തന, നജ്ല, എന്തെറ്റി? മാജിക് മോർണിംഗ്. ജെസ്സി മാം. നല്ലൊരു ക്ലാസ് ആയിരുന്നു, അടിപൊളി. എന്താ പറയാ, സൈലൻസിനെ കുറിച്ച് ഞാനും ഇതുപോലെ ഇനിയൊരു 10 മിനിറ്റ് സൈലന്റ് ആയിട്ടിരിക്കാൻ ശ്രമിക്കും. ഞാൻ അങ്ങനെ തന്നെയാണ്. ആരെങ്കിലുമൊക്കെ ചീത്ത വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ മിണ്ടാണ്ടിരിക്കുക. ഇനിയിപ്പോൾ നമ്മൾ വീട്ടിലായാലും അതെ, കുട്ടികൾ തമ്മിൽ വികൃതി കാണിക്കുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ
ഞാൻ വേഗം ആ സ്ഥലത്തുനിന്ന് മാറി നിൽക്കും. അതാവും നന്നാവുക. അല്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മളെ വായിന്ന് വേറെ വല്ലതൊക്കെ വരും. ഞാൻ അവരോട് തന്നെ അതാ പറയല്. ഞാൻ എൻ്റെ മുന്നിൽ നിന്ന് മാറി നിൽക്കുകയാണ് നല്ലത്. അതാണ് സൈലന്റ് ആയിട്ടിരിക്കുക. അത് ഏറ്റവും നന്നാവുക. കാരണം നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റാത്തതായിരിക്കും. ഓക്കെ, നല്ലൊരു ക്ലാസ് ആയിരുന്നു സാർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ജെസ്സി. താങ്ക് യു ജെസ്സി മാം. ഫിനിഷ് അവിടെ നജുല അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നജില പറഞ്ഞോളൂ. അതേപോലെ തന്നെ ഞാനും ഇതേപോലെ തന്നെ ജെസ്സി മാഡം പറഞ്ഞ പോലെ തന്നെയാണ് ചെയ്യാറുള്ളത് വീട്ടിൽ നിന്ന്. ഇപ്പൊ ബി മാജിക്കിൽ വരുന്നതിന്റെ മുന്നേ അങ്ങനെ ആയിരുന്നില്ല. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഒരേക്കാളും ദേഷ്യം ഞാൻ കാണിക്കായിരുന്നു. അപ്പൊ ബി മാജിക്കിൽ വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഒരു വഴിയും കൂടെ ഉണ്ട് എന്നുള്ള മനസ്സിലാക്കി. ആദ്യമൊക്കെ ഇങ്ങനെ എനിക്കറിയാം ഓരോരുത്തർ പറയായിരുന്നു, ഇപ്പൊ സൈലന്റ് ആയിരുന്നൂടെ, എന്തിനാ അങ്ങനെ പൊട്ടിത്തെറിക്കുന്നത്, കുറച്ചേരം മിണ്ടാതിരുന്നാ മതി എന്ന് പറയായിരുന്നു. പക്ഷെ അന്നപ്പോ അത് ചിന്തിക്കാനുള്ള നമുക്ക് ആ ചിന്ത അപ്പൊ എങ്ങനെയാ അറിയാം, ദേഷ്യം വരുമ്പോ നമുക്ക് പ്രകടിപ്പിക്കണ്ടേ എന്നുള്ളൊരു തോട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ബി മാജിക്കിൽ വന്നതിന് ശേഷം മെഡിറ്റേഷൻ ഒക്കെ എടുത്തതിന് ശേഷമാണ് ഇങ്ങനെ ഒരു സംഭവം ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആണ് എന്നുള്ളത് മനസ്സിലായി. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഒരു ഉൾക്കൊള്ളാൻ, പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമുക്കത് ഉൾക്കൊള്ളാൻ എന്താണെന്ന് റിയലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഉൾക്കൊള്ളാനുള്ള ഒരു കപ്പാസിറ്റി കൂടി കിട്ടും. കാരണം ഓപ്പോസിറ്റുള്ള ആളുകൾ എന്തിനാണ് ഇത്, അവരെന്താണ് എക്സ്പ്രസ് ചെയ്യുന്നത്, അവർക്ക് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ നമുക്ക് അത് പിടിച്ചു നിൽക്കാൻ പറ്റും എന്നാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു സംഭവം. അപ്പൊ എനിവേ എന്തായാലും റസാഖ് സാറിന്റെ ക്ലാസ് സൂപ്പർ ആയിരുന്നു. താങ്ക് യു സർ. അതേപോലെ തന്നെ അഞ്ജലി, കൊടുവള്ളി എവിടെയാണോ? ഞാനും കൊടുവള്ളിയാണ്. പോയെന്ന് തോന്നുന്നു അല്ലേ, കേട്ടില്ല. അല്ല, ഞാൻ കൊടുവള്ളി കച്ചേരിമുക്കാണ്. ആണോ? ഞാൻ ആറങ്ങോടാണ് കേട്ടോ. അതെ, വരുന്നുണ്ട്. റസാഖ് സാർ, കോഴിക്കോട്ടുകാരെ ഇപ്പൊ കൂടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മള് മലപ്പുറംകാരൊന്ന് പിന്നിലായി തോന്നുന്നു. നമുക്ക് കോഴിക്കോടൊക്കെ മീറ്റപ്പ്. അതെ, അതാണ് ഞങ്ങളുടെ അവിടെ ആവുമ്പോ എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിക്കാനും കിട്ടും. നമ്മളായിരിക്കല്ല. നജുല കഴിഞ്ഞ തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്കൊന്ന് കോഴിക്കോട് വെച്ചുകൂടായിരുന്നു. കീർത്തനയുടെ പറഞ്ഞോ. മോർണിംഗ്. സൈലന്റ്, ഞാൻ പൊതുവേ സൈലന്റ് ആണ്. പിന്നെ ചില കാര്യങ്ങളൊക്കെ ഇതേപോലെ തന്നെ നമ്മളെ കൂടുതൽ ചീത്ത പറയുമ്പോഴൊക്കെ ഞാൻ ഇതേപോലെ കുറച്ച് സൈലന്റ് ആയി നിൽക്കലാണ്, പൊട്ടിത്തെറിക്കാതെ. അപ്പൊ നല്ലൊരു ക്ലാസ് ആയിരുന്നു സാർ. അപ്പൊ വൈൻഡപ്പ് ചെയ്യാം അല്ലേ? വൈൻഡപ്പിലേക്ക് പോവാം. അപ്പം ഇന്ന് ഒരുപാട് പേര് സംസാരിച്ചു അല്ലേ? നല്ലൊരു ടോപ്പിക്കും ആയിരുന്നു. റസാഖിന്റെ സെഷനും അതിലും നല്ല സെഷൻ ആയിരുന്നു. സോ നമുക്കിനി വൈൻഡപ്പ് ചെയ്യാം. അപ്പം ഇന്ന് ഈ ഒരു സെഷൻ എടുത്ത റസാഖ് സാറിനും ഇതിൽ പങ്കെടുത്ത ഫീഡ്ബാക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ള ടീം മെമ്പേഴ്സിന് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പം എല്ലാവർക്കും ലീവ് ചെയ്യാം കേട്ടോ. ഹാവ് എ നൈസ് ഡേ. ബൈ ഓൾ. Thank you, Rasak sir. Thank you all. Thank you, Rasak sir. Thank you all. Have a nice day.